ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ലിഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പ്. ലിഡ്സ് അക്കാദമിയുടെ സ്മാർട്ട് പ്ലസ് ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? പ്രൊഫൈൽ റൈറ്റിങ്ങിനെ കുറിച്ചാണ്. എല്ലാ എക്സാമിനും മസ്റ്റായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഏത്? പ്രൊഫൈൽ റൈറ്റിംഗ്. 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പ്രൊഫൈൽ റൈറ്റിംഗ് നന്നായി പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പഠിക്കാം? ഹൗ ടു റൈറ്റ് എ പ്രൊഫൈൽ. എങ്ങനെ ഒരു പ്രൊഫൈൽ എഴുതണമെന്ന് നമുക്ക് നോക്കിയാലോ? റെഡി അല്ലേ? എല്ലാവരും റെഡി അല്ലേ? ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഒരു പ്രൊഫൈൽ റൈറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? ആളുടെ പേരുണ്ടായിരിക്കും, ആളുടെ പേരുണ്ടായിരിക്കും, ജനിച്ച വർഷം ഉണ്ടായിരിക്കാം, തീയതി ഉണ്ടായിരിക്കാം, ഏത് സ്ഥലത്താണ് ജനിച്ചതെന്നുണ്ടായിരിക്കാം, അദ്ദേഹം എവിടെയാണ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതെന്നും എന്ത് ക്വാളിഫിക്കേഷനാണ് അദ്ദേഹത്തിന് ഉള്ളതെന്നും ഏത് മേഖലയിലാണ് അദ്ദേഹം പ്രശസ്തനായിരുന്നതെന്നും ആ മേഖലകളിൽ അദ്ദേഹത്തിന് അവാർഡ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നും അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റും എന്ത് ചെയ്തിരിക്കും? മെൻഷൻ ചെയ്തിരിക്കും. ഇതെല്ലാം കൂടി ഒന്നിച്ചാക്കി ഒരു പാരഗ്രാഫ് രൂപേണ പ്രൊഫൈൽ ആയി നമ്മൾ എങ്ങനെ എഴുതുമെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡിയല്ലേ? ശ്രദ്ധിച്ചിരിക്കണേ. യെസ്, ഇതിൽ ഫസ്റ്റ് വൺ എന്താണ്? ബോൺ, ജനനം അല്ലേ? എവിടെയാണ് അദ്ദേഹം ജനിച്ചതെന്നും ഏത് ഡേറ്റിലാണ് ജനിച്ചതെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എഴുതാനുള്ള ഒരു ചെറിയ സൂത്രവിദ്യ നമ്മൾ നോക്കുന്നു. ആദ്യം എന്താണ്? ആളുടെ പേരെഴുതണം. ആദ്യം എന്താണ്? ആളുടെ നെയിം എഴുതി കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ഫില്ല് ചെയ്യണം? വാസ് ബോൺ ഓൺ എന്നെഴുതുക. എന്തെഴുതണം? വാസ് ബോൺ ഓൺ എന്നെഴുതണം. ഓണിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റ് ഫില്ല് ചെയ്യണം. ഡേറ്റ് എഴുതിയ ഉടനെ തന്നെ ഇൻ ചേർക്കുക, പ്ലേസ് എഴുതുക. ക്ലിയർ ആയോ? എന്താണ്? പേര് എഴുതിയതിനു ശേഷം വാസ് ബോൺ ഓൺ എന്നെഴുതുക. ഓണിന് ശേഷം നമ്മൾ എന്ത് ഫില്ല് ചെയ്യുക? ഡേറ്റ് അഥവാ തീയതി ഫില്ല് ചെയ്യുക. അതിനുശേഷം ഇൻ എന്നെഴുതിയതിനു ശേഷം സ്ഥലം. ഇതിൽ ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രമാണ് ടീച്ചർ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണോ? നെയിം ഓഫ് എ പേഴ്സൺ, അതിനുശേഷം വാസ് ബോൺ ഓൺ എഴുതുക, ദെൻ ഡേറ്റ് ഫില്ല് ചെയ്യുക, ഇൻ എഴുതുക, സ്ഥലം എഴുതുക. വെരി സിമ്പിൾ. ബോൺ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പ്ലേസ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ ടീച്ചർ ഇവിടെ 2 ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സ്ഥലത്തിന് മുന്നേ എന്ത് ചേർക്കണം? ഇൻ ചേർക്കണം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെ ഓപ്ഷൻസ് ആണ് തന്നേക്കുന്നത്? അറ്റും തന്നിട്ടുണ്ട്, ഇന്നും തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെ തന്നിട്ടുണ്ട്? അറ്റ് തന്നിട്ടുണ്ട്, ഇൻ തന്നിട്ടുണ്ട്. ഒന്നുമില്ല മക്കളെ, വളരെ സിമ്പിൾ. അറ്റ് സ്മോൾ പ്ലേസിന്റെ കൂടെയും ഇന്ന് കുറച്ച് വലിയ പ്ലേസിന്റെ കൂടെ ഉപയോഗിക്കാം. സെറ്റ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ? റെഡി അല്ലേ? ബോണിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ആദ്യത്തെ ഭാഗത്ത് ഞാൻ ഡേറ്റ് തന്നിട്ടുണ്ട്, മന്ത് തന്നിട്ടുണ്ട്, ഇയർ തന്നിട്ടുണ്ട് അല്ലെ, വർഷം തന്നിട്ടുണ്ട്. രണ്ടാമതൊരു ഓപ്ഷനിൽ ഞാൻ എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ. ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ശ്രദ്ധിക്കുക. നമ്മൾ 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഓണ്, ഇന്ന്. ഒന്നുമില്ല മക്കളെ, വർഷം മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ ഡേറ്റിന് മുന്നേ ഓൺ ചേർക്കരുത്. പകരം എന്ത് ചേർക്കുക? ഇൻ ചേർക്കുക. ഇൻ 1989. വർഷം മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ എന്ത് ഉപയോഗിക്കുക? ഇൻ ഉപയോഗിക്കുക. ബാക്കി ഡേറ്റും മന്തും ഇയറും തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ഉപയോഗിക്കുക? ഓൺ ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഒന്നുമില്ല, വർഷം മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ഇൻ ചേർക്കുക, ഡേറ്റ് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ ഓൺ ചേർക്കുക. യെസ്, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ബോണുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഷോർട്ട് പ്രൊഫൈൽ ഓഫ് സത്യജിത് റായ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിന്റ്സ്. ഹിന്റ്സിൽ എന്താ തന്നിരിക്കുന്നത്? ബോൺ
മെയ് 2, 1921 കൊൽക്കട്ട തന്നിട്ടുണ്ടല്ലേ. അപ്പൊ അതിന്റെ ആൻസർ എന്താന്ന് നോക്കിക്കേ. ആദ്യം നമ്മൾ എന്ത് എഴുതണം? പേരെഴുതി സത്യജിത് റായ്. then was born on എഴുതി. ഓണിന് ശേഷം നമുക്ക് ഡേറ്റ് എഴുതണം അല്ലേ. മൊത്തം ഡേറ്റും തന്നിട്ടുണ്ട്, അതായത് വർഷം തന്നിട്ടുണ്ട്, മാസം തന്നിട്ടുണ്ട്, ഡേറ്റും തന്നിട്ടുള്ളതുകൊണ്ട് ഓൺ എഴുതുക, കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. ദെൻ പ്ലേസിന് മുന്നേ ഒറ്റ പ്ലേസേ തന്നിട്ടുള്ളൂ, 2 പ്ലേസ് ഇല്ല, അതുകൊണ്ട് ഓഫ് കോഴ്സ് ഇൻ എഴുതുക, കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഒരു ഓപ്ഷനും കൂടി ടീച്ചർ തരുന്നു, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇതിൽ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്ന നോക്കിക്കേ, വർഷം മാത്രമേ തന്നിട്ടുള്ളൂ, 1931, രാമേശ്വരം, തമിഴ്നാട്. സ്ഥലം 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യണ്ടേ? മക്കളൊന്ന് പറഞ്ഞു തരാവോ? യെസ്, നിങ്ങൾ പറയുന്നത് ശരിയാണോ? ഒന്ന് പറഞ്ഞേ. യെസ്, ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞു ശരിയാണേ. വാസ് ബോൺ. ഇവിടെ ശ്രദ്ധിക്കണം, എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? വെരി ഗുഡ്, ഇന്ന് ചേർക്കണം അല്ലേ. എന്തുകൊണ്ടാ? വർഷം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, in 1931. ഇനി വീണ്ടും ശ്രദ്ധിക്കണം, എന്താണ് പ്രത്യേകത? 2 സ്ഥലം തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 2 സ്ഥലം തരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? ചെറിയ സ്ഥലത്തിന്റെ കൂടെ അറ്റും വലിയ സ്ഥലത്തിന്റെ കൂടെ ഇന്നും. ഇതിലേതാ ചെറിയ സ്ഥലം? വെൽ സെഡ്, രാമേശ്വരം. അപ്പോൾ at രാമേശ്വരം in തമിഴ്നാട്. നെക്സ്റ്റ് വൺ എന്താ? എഡ്യൂക്കേഷൻ, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയണം. അതിനുള്ള ഒരു ഓപ്ഷൻ ടീച്ചർ അവിടെ തന്നിട്ടുണ്ട്. എന്തുമാത്രം എഴുതിയാൽ മതി? ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം. എവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതെന്ന് മാത്രം നോക്കി എഴുതിയാൽ മതി. വളരെ സിമ്പിൾ ആണ്. ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം എവിടെ നിന്നാണ്? പ്രസിഡൻസി കോളേജ് ഇൻ കൊൽക്കട്ട. പ്ലേസിന് മുന്നേ നമ്മൾ എന്ത് ചേർക്കണം? ഇൻ ചേർക്കുക, കംപ്ലീറ്റ് ചെയ്യുക. ഫിനിഷ് ചെയ്തു അല്ലേ? നെക്സ്റ്റ് വൺ നോക്കിക്കേ, അവാർഡ്സ് അല്ലെ. അദ്ദേഹത്തിന് എന്തെങ്കിലും ബഹുമതികൾ കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം മക്കളെ? He got many awards including. അദ്ദേഹത്തിന് ഒത്തിരി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻക്ലൂഡിങ് എന്ന് പറയുന്നതിന് ശേഷം അവാർഡ്സ് കുത്ത് കഴിഞ്ഞ് നമുക്ക് തരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് അതുപോലെ തന്നെ എഴുതിയാൽ മതി. അക്കാദമി അവാർഡ് in 1992, ഇയറിന് മുന്നേ. ദെൻ ഭാരത് രത്ന in 1992, സെയിം ഇയർ തന്നെയാണ്. കോമയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനത്തെ കോമേന്റ് അവിടെ നമ്മൾ എന്ത് ചേർക്കണം? ആൻഡ് എന്ന് ചേർത്ത് ഫില്ല് ചെയ്യുക. ആൻഡ് പത്മശ്രീ ഇൻ ദ ഇയർ 1958. അവാർഡ്സ് വരുമ്പോൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? ഹി ഗോട്ട് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് എന്ന് എഴുതിയതിന് ശേഷം ആ കുത്ത് കഴിഞ്ഞ് വരുന്ന ഭാഗങ്ങൾ അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. കോമയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത്? അവസാനത്തെ കോമന്റ് അവിടെ എന്ത് ചേർക്കണം? ആൻഡ് ചേർക്കാൻ മറക്കല്ലേ. ഓക്കെ, പ്രൊഫൈലിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വർക്ക്സ്, ഫിലിംസ്, നോവൽസ്, പോയംസ്, ബുക്സ്, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം മക്കളെ. എന്ത് എഴുതിയാൽ മതി? ഹിസ് ഫേമസ് വർക്ക്സ് ആർന്ന് എഴുതുക. ബാക്കി ആ സൈഡിലുള്ള ഓപ്ഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് എഴുതി വെക്കുക. അവസാനം ഒരു കാര്യം മറക്കരുത്. എന്തായിരുന്നു? കോമയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ചേർക്കാൻ മറക്കല്ലേ. ഒരു എക്സാമ്പിൾ നോക്കിയാലോ വർക്ക്സിന്റെ? വളരെ സിമ്പിൾ ആയതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞോ. ഹിസ് ഫേമസ് വർക്ക്സ് ആർ. അതിനുശേഷം ഈ കുത്തു കഴിഞ്ഞ് വരുന്ന ഭാഗം അതുപോലെ നമ്മൾ ഫില്ല് ചെയ്യുന്നു. വേറൊരു മാറ്റവും ഇല്ല. ഫില്ല് ചെയ്യുന്നു, കോമ. ഓക്കേ, അവസാനത്തെ കോമന്റ് അവിടെ നമ്മളൊരു കാര്യം പറയുന്നത് എന്ത് ചേർക്കണം? ആൻഡ് ചേർത്ത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? പഠിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൊഫൈല് പഠിച്ച് എത്തി. ഒരു അവസാനത്തെ ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി നോക്കിയാലോ.
ലാസ്റ്റ് വൺ നോക്കിക്കേ, ഡയറ്റ് ടീച്ചർ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ തന്ന് ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം. എന്താണ് ലാസ്റ്റ് വൺ? ഡയറ്റ്. ഇത് ഫില്ല് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഹി പാസ്ഡ് എവേ. ഓൺ എഴുതുക, ഡേറ്റ് കംപ്ലീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓൺ എഴുതി ഡേറ്റ് എഴുതുക, ഇൻ എഴുതുക, സ്ഥലം എഴുതുക. വളരെ സിമ്പിൾ. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഹി പാസ്ഡ് എവേ. ഡേറ്റ് കംപ്ലീറ്റ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചേർക്കണം? ഡേറ്റ് കംപ്ലീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ യെസ് ഓൺ എഴുതുക. ഓൺ 23rd April 1992. സ്ഥലം ഒരു സ്ഥലം തന്നിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് എന്ത് ചേർക്കാം? ഇൻ ചേർക്കാം. ഇൻ കൊൽക്കട്ട. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പ്രൊഫൈലിന്റെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം നമ്മൾ പ്രൊഫൈലിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ടീച്ചർക്ക് ഉറപ്പാണ്. അങ്ങനെയുണ്ടെങ്കിൽ ടീച്ചർ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് എഴുതി നോക്കിയിട്ട് ടീച്ചർക്ക് മെസ്സേജ് ചെയ്യണം. ഓക്കെ, ബൈ, സീ യു.